ഇപ്പോൾ രാജ്യം ഒരു മാനുഫാക്ചറിങ് ഹബ്ബ്, വലിയ മൾട്ടിനാഷണൽ കമ്പനികളുടെ മാനുഫാക്ചറിങ് ഹബ്ബായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ചൈന ഏഷ്യയിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയാണെങ്കിലും അതിനെ കിടപിടിക്കുന്ന തരത്തിൽ രാജ്യം മാറിക്കൊണ്ടിരിക്കുന്നു. അതിന് ഒരു സപ്പോർട്ടിംഗ് ആയിട്ടുള്ളൊരു സംഗതിയായിരുന്നു നമ്മുടെ ഐഫോൺ നിർമ്മാതാക്കളായ ആപ്പിൾ. അവർക്ക് നിലവിൽ രാജ്യത്ത് 3 പ്ലാന്റുകളുണ്ട്. അതിൽ കൂടാതെ 2 പ്ലാന്റ് കൂടി ആരംഭിച്ച് പൂർണ്ണമായി നിർമ്മാണം ഇന്ത്യയിൽ ആരംഭിക്കാനായിട്ടുള്ള പദ്ധതി അവർ പ്രഖ്യാപിച്ചത്. പക്ഷേ ട്രംപ്, അദ്ദേഹത്തിന് എന്തോ വ്യക്തി താല്പര്യമുണ്ടെന്ന് തോന്നുന്നു, അതിന് വട്ടം വെച്ചേക്കുകയാണ്. എന്തായിരിക്കും ആപ്പിളിൽ ഇന്ത്യയുടെ ഭാവി? ആപ്പിളിൽ ഇന്ത്യയുടെ ഭാവിയേക്കാൾ നമുക്ക് സംസാരിക്കേണ്ടത് ട്രംപിനെ കുറിച്ചാണ്. ഞാൻ ഉറച്ചു പറയുന്നു, ഒരു പ്രായപരിധി വെക്കണം. ഒരു 75 വയസ്സ് കഴിഞ്ഞാൽ രാഷ്ട്രീയത്തിൽ നിന്നും ജീവിതത്തിൽ നിന്ന് തന്നെ റെസ്റ്റ് എടുക്കും. അല്ല, അങ്ങനെയൊന്നും പറയല്ലേ. പുള്ളി അമേരിക്ക ഗ്രേറ്റ്, മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇതൊക്കെ. അത് ഞാൻ പറഞ്ഞത്, നമുക്കൊരു കോമാളിയായിട്ട് ചില സമയത്ത് അദ്ദേഹത്തെ കാണാൻ കഴിയും. പോപ്പ് മരിച്ചം പറഞ്ഞു, എനിക്ക് പോപ്പാകണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. ഈ തമാശ പറയുന്നത്, ഒരു പൊസിഷനിലിരിക്കുന്നവർ ഒരു ചിത്രമൊക്കെ പങ്കിട്ടു. അതെ, തമാശ പറയുക എന്ന് പറയുന്നത് പോലും വളരെ ആലോചിക്കേണ്ട കാര്യമാണ്. ഒരു സീരിയസ് അമേരിക്കൻ പ്രസിഡന്റ് എന്ന് പറയുന്ന ഒരു പദവി, ഇദ്ദേഹം അധികാരമേറ്റ ഉടനെ കുടിയേറ്റക്കാരെ മുഴുവൻ കൊണ്ടുപോകുന്നു. ഇപ്പോൾ എവിടെ കുടിയേറ്റക്കാർ നിർത്തിയില്ലേ? അത് കുടിയേറ്റക്കാരെ പുറത്താക്കുന്നു എന്ന് പറഞ്ഞാൽ നിർത്തിയില്ലേ? ചൈനയ്ക്കെതിരെ ടാക്സ് കൂട്ടുന്നു, ഏതാണ്ട് 145% വരെയാക്കുന്നു. ഇത് ചെയ്തു. പിന്നീട് ഒറ്റയടിക്ക് കുറച്ച്. കാരണം ഷെയർ മാർക്കറ്റെല്ലാം ഇടിഞ്ഞ് താഴെ പോയി, ജനങ്ങൾ പരിഭ്രാന്തിയിലായി. മൊത്തത്തിലൊരു ഓളം ഉണ്ടാക്കുകയായിരിക്കും. ഒരു ഓളം ഉണ്ടാക്കിക്കൊണ്ട് ചെയ്തു. എലോൺ മസ്കിനെ കൊണ്ടുവന്ന് പുള്ളിയെ ഒരു അംബാസഡറെ പോലെ ആക്കി. ഇപ്പോൾ എലോൺ മസ്കിനെ പതുക്കെ തഴഞ്ഞിരിക്കുകയാണ്. അതോ എലോൺ മസ്ക് മാറിയതാണെന്നും എനിക്കറിയില്ല. ഇപ്പോൾ ആപ്പിൾ, ഇന്ത്യയിൽ അവർക്ക് നല്ലൊരു ഹബ്ബാണ് എന്ന് അവർക്ക് തോന്നിയിട്ടാണല്ലോ അവർ ചെയ്യുന്നത്. അത് പാടില്ല എന്ന് പറയാൻ ട്രംപിനെന്താ അവകാശം? അയാൾ ബേസിക്കലി ഒരു ബിസിനസ്സുകാരനാണല്ലോ. അപ്പോൾ ബിസിനസ് താല്പര്യങ്ങളായിരിക്കാം. പക്ഷേ ആ ബിസിനസ്മാനേക്കാൾ അമേരിക്കൻ പ്രസിഡൻ്റാണ്. അമേരിക്ക എന്ന രാജ്യത്തിന് വേണ്ടി അയാൾ എന്താണ് ചെയ്യുന്നതെന്നാണ് ആലോചിക്കേണ്ടത്. മനസ്സിലായോ? അവർക്കെന്തുകൊണ്ടും ആപ്പിളിന് ഇന്ത്യയിൽ അതിൻ്റെ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് തുടങ്ങിയാൽ അവർക്ക് ഫിനാൻഷ്യലി ഭയങ്കര ബെനിഫിറ്റ് ഉണ്ട്, ഇല്ലേ? തീർച്ചയായും. ഇന്ത്യയിൽ കൊടുക്കുന്ന അല്ലെങ്കിൽ മുടക്കുന്ന പണം, അതിൻ്റെ ക്വാണ്ടിറ്റി അല്ലല്ലോ അമേരിക്കയിൽ മുടക്കേണ്ടി വരും. പക്ഷേ ട്രംപ് അതിൻ്റെ ആപ്പിളിൻ്റെ MD-യെ വിളിച്ച് ഭീഷണി സ്വരത്തിൽ പറയുന്നത് ഇന്ത്യയിൽ ഭയങ്കര ടാക്സ് ആണ്, അപ്പോൾ അതുകൊണ്ട് അവിടെ നിർമ്മാണ പ്ലാന്റുകളൊന്നും വേണ്ട, അമേരിക്കയിൽ പ്ലാന്റ് മതി. അമേരിക്കയിൽ ഏതാണ്ട് $500 ബില്യൺ പദ്ധതിയൊക്കെയാണ് പ്രഖ്യാപിച്ചിരുന്നത്. ഏതാണ്ട് 20,000-ഓളം അമേരിക്കൻ പൗരന്മാർക്ക് തൊഴിൽ കിട്ടും എന്നൊക്കെയാണ് ട്രംപ് അന്ന് അവകാശപ്പെട്ടിരുന്നത്. അപ്പോൾ ഒരു ഭീഷണി സ്വരത്തിലാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇതിനെ അവഗണിച്ചും ആപ്പിൾ ഇന്ത്യയിലേക്ക് തന്നെ വരും എന്നാണോ? അവിടെയാണ് ഞാൻ പറയുന്നത്, ആപ്പിൾ അത് മുഖവിലേക്ക് എടുത്തിട്ടില്ല. ആലോചിക്കാമെന്ന് പറഞ്ഞു കാണും. അവർക്ക് അവരുടെ ബിസിനസ് താല്പര്യങ്ങളുണ്ട്. തീർച്ചയായും. അത് ട്രംപിന് വേണ്ടി ബലി കൊടുക്കാൻ അവർ തയ്യാറല്ല. തീർച്ചയായും അവർ ഇന്ത്യയിൽ ആ 2 ഹബ്ബൂടെ ആരംഭിക്കും. അത് തുടങ്ങിക്കഴിഞ്ഞു. അല്ല, വേറൊരു രസകരമായ സംഗതിയുണ്ട്. അമേരിക്കയിൽ ഇപ്പോൾ ഒരു ആപ്പിൾ ഐഫോണിൻ്റെ വില ഏതാണ്ട് $1,000. അതെ. ഇവർ ഈ ട്രംപ് പറയുന്നത് പോലെ അമേരിക്കയിൽ തന്നെ ഇത് ഉൽപ്പാദനം എല്ലാം നടത്തി കഴിഞ്ഞാൽ $3,000 വിൽക്കാൻ പറ്റുള്ളൂ. അതാണ് ആപ്പിൾ പറയുന്നത്. അതെ. ഇതിന് അമേരിക്കയിലാണ് പ്രൊഡക്ഷനെങ്കിൽ ഇതിൻ്റെ 3 ഇരട്ടി വില വരും. ഇത് മറ്റ് ചൈനയിലും ഇന്ത്യയിലുമൊക്കെ ചെയ്യുന്നതുകൊണ്ടാണ് ഇത്രയും വില കുറച്ച് കൊടുക്കാൻ പറ്റുന്നത്. അത് ഇയാൾ മനസ്സിലാക്കുന്നില്ല. അല്ലെങ്കിൽ മനസ്സിലാക്കിയിട്ടും മനസ്സിലാക്കാത്ത പോലെ നടിക്കുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഈ ചില സ്ഥിരത കുറവുണ്ടോ എന്ന് എനിക്ക് സംശയം തോന്നിയ കാര്യങ്ങളുണ്ട്. നിങ്ങൾ വായിച്ചോന്ന് എനിക്കറിയില്ല. സ്വന്തം മകളെക്കുറിച്ച് പറഞ്ഞത് എന്താണ്? വായിച്ചിരുന്നു? അവൾ എൻ്റെ മകളല്ലായിരുന്നെങ്കിൽ ഞാൻ കല്യാണം കഴിച്ചത്. അതെ. സ്ഥിരതയുള്ള ഒരാൾ പറയുന്ന കാര്യമാണ്. തമാശയ്ക്ക് പോലും അങ്ങനെ പറയാൻ പാടില്ല. സ്ത്രീ വിഷയങ്ങളിലൊക്കെ ഒരുപാട് ദൗർബല്യങ്ങളുള്ളൊരു മനുഷ്യൻ കൂടി, ഒരുപാട് ദൗർബല്യങ്ങളുള്ളതാണ്. അത് ഈ പ്രായത്തിൽ. അതെ. അപ്പോൾ ഞാൻ അദ്ദേഹത്തെ അവിടെ വീണ്ടും തിരഞ്ഞെടുത്ത ജനതയോടാണ് എനിക്ക് പുച്ഛം തോന്നുന്നത്. അത് ഒരു ജനം അർഹിക്കുന്ന ഭരണാധികാരിയെ കിട്ടൂ എന്ന് പറയുന്നൊരു കാര്യമില്ല. എന്ന് പറഞ്ഞ പോലെ അമേരിക്കൻ ജനത ഇപ്പോൾ ഭയങ്കര പാനിക്കാണ്. പ്രത്യേകിച്ചും ഇന്ത്യയിൽ നിന്നൊക്കെ അവിടെ കുടിയേറിയിരിക്കുന്നവർ. അല്ല, കഴിഞ്ഞ തവണ ഇദ്ദേഹം അധികാരം ഒഴിഞ്ഞപ്പോൾ ഉണ്ടായ കോലാഹലവും ഓർക്കണം. അതുകൊണ്ട് ഒരു കലാപത്തിൻ്റെ വക്കിൽ വരെ എത്തിയിരുന്നു കാര്യങ്ങൾ എത്തിയിരുന്നു. അല്ല, ഞാൻ പറഞ്ഞത്, ഇപ്പോൾ അമേരിക്കയിൽ ജനിക്കുന്ന ഒരു ഇന്ത്യൻ
വംശജരുടെ മകനാണെങ്കിലോ മകളാണെങ്കിലോ അമേരിക്കൻ പൗരത്വം ഉറപ്പാണ്. ഇപ്പോൾ ആ നിയമം പോലും എടുത്ത് മാറ്റിയിരിക്കുന്നു. അതെ അതെ. അങ്ങനെ ഒരു നിയമമില്ല. ഇപ്പോൾ ഈ ട്രംപിന് പ്രത്യക്ഷത്തിൽ ഇന്ത്യയിലേക്ക് ആപ്പിൾ വരുന്നതിന് താല്പര്യമില്ല. പക്ഷേ എന്നിട്ടും ആ ഒരു എതിർപ്പ് അവഗണിച്ചുകൊണ്ട് ഇന്ത്യയുടെ സാധ്യത അവർ പരിഗണിക്കാനുള്ള കാരണം എന്തായിരിക്കും? കാരണം ഇത് തന്നെയാണ്, പ്രൊഡക്ഷൻ കോസ്റ്റ്. അവർക്ക് വില കുറച്ച് കൊടുത്താൽ അവരുടെ ആ പ്രോഡക്റ്റ്, ആ ബ്രാൻഡിന് വിലയുണ്ട്. പക്ഷേ അതിന് വൻ വില കൊടുത്ത് വാങ്ങാൻ അങ്ങനെ തയ്യാറാവില്ല. ഇപ്പോൾ അമേരിക്കയിലെ ജനങ്ങൾ മേടിക്കുമായിരിക്കും, പക്ഷേ മറ്റ് രാജ്യങ്ങളിലെ ജനങ്ങളെ നോക്കണ്ടേ? ഇന്ത്യ പോലൊരു രാജ്യത്ത് ഐഫോണിനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്, ആപ്പിൾ പ്രോഡക്റ്റ്സ് ഇഷ്ടപ്പെടുന്നവരുണ്ട്. അവർക്കത് മേടിക്കാനുള്ള ഒരു അവസ്ഥ വേണ്ടേ? അപ്പോൾ ഇത് ഇന്ത്യയിൽ വേണ്ട, ഉൽപ്പാദിപ്പിക്കേണ്ട, നേരെ അമേരിക്കയിലേക്ക് പോരുമെന്ന് പറഞ്ഞാൽ അവർക്കിത് താങ്ങാൻ പറ്റില്ല. മറ്റ് രാജ്യങ്ങളിൽ ഇത് വിൽക്കാൻ പറ്റില്ല. മറ്റ് രാജ്യങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നൊരു വിലയ്ക്ക് കൊടുക്കാൻ പറ്റുന്നില്ല. അത് തന്നെയാണ് അവരുടെ കാര്യം. പിന്നെ ഇയാളുടെ ഒരു സങ്കുചിത മനസ്ഥിതിയല്ലേ അങ്ങനെ ഇന്ത്യയിലേക്കൊന്നും പോകണ്ട എന്ന് പറയുന്നത്. ഇപ്പോൾ ഞാൻ ഇയാളുടെ കാര്യം പറഞ്ഞത്, ഇപ്പം പാകിസ്ഥാൻ അവിടെ വെടിനിർത്തൽ പ്രഖ്യാപിച്ചു. ആദ്യം തന്നെ ഇയാൾ ട്വീറ്റ് ചെയ്തു, ഞാൻ പറഞ്ഞിട്ടാണ് ഇത് ചെയ്തത്, ശരിയല്ലേ, ഞാനാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത്. ഈ രാജ്യങ്ങളും അത് അംഗീകരിച്ചിട്ടുമില്ല, അതിനെക്കുറിച്ചൊരു അഭിപ്രായം പറഞ്ഞിട്ടുമില്ല. പിന്നീട് പറഞ്ഞു, ഞാനിങ്ങനെ പറഞ്ഞിരുന്നു. അത് ഞാൻ പറഞ്ഞു, ഒരു ഭരണാധികാരിയുടെ, അതായത് അമേരിക്ക പോലെയുള്ള ഒരു രാജ്യത്തിൻ്റെ ഭരണാധികാരിയുടെ ഒരു നിലയും വിലയും അനുസരിച്ചാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, നേരത്തെ ആദ്യം പറഞ്ഞത്, ഈ പ്രായത്തിൻ്റെ പരിഗണന കൊടുത്ത് ഒരു റിട്ടയർമെൻറ്റ് കൊടുക്കേണ്ടതാണ് രാഷ്ട്രീയത്തിലാണെങ്കിൽ. നിലവിൽ ആപ്പിൾ അതിൻ്റെ നിർമ്മാണ കാര്യങ്ങളെല്ലാം ചൈന ബേസ്ഡാണ് നടത്തിക്കൊണ്ടിരുന്നത്. ഏതാണ്ട് 1990 മുതൽ ഒരു വലിയൊരു നെറ്റ്വർക്ക് ശൃംഖല, ഒരു പെട്ടെന്നല്ലല്ലോ, പടിപടിയായിട്ട് അതിൻ്റെ ഓരോ സാധനങ്ങൾ, ഓരോ കമ്പോണൻസും ഉണ്ടാക്കി അങ്ങനെ വലിയൊരു ശൃംഖല ചൈനയിൽ അവർ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഇന്ത്യയിൽ അതിൻ്റെ കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെയൊക്കെ അസംബ്ലിങ് മാത്രമാണ്. പൂർണ്ണമായ പ്രൊഡക്ഷൻ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ കാരണം ഇന്ത്യയുടെ വ്യവസായ സൗഹൃദ നിലപാടുകളും ഇവിടുത്തെ പൊതുവിലുള്ളൊരു അന്തരീക്ഷവും കാലാവസ്ഥ അടക്കമുള്ള കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടായിരിക്കും. അപ്പോൾ ഇതിനെ മുഴുവനായി അമേരിക്കയിലോട്ട് പറിച്ച് നടുക എന്ന് പറഞ്ഞാൽ പ്രായോഗികമായി സാധ്യമല്ല. കാരണം അവിടുത്തെ ഒരു ജീവിത നിലവാരം, അവിടുത്തെ ഒരു കോസ്റ്റ് എന്ന് പറയുന്നത് ചിന്തിക്കാൻ പോലും പറ്റില്ല. പിന്നെ എന്തൊരു മണ്ടൻ ആശയമാണ് ഇദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. ഇത്തരത്തിൽ മണ്ടൻ ആശയമെന്ന് പറയുന്നത് അയാളെ സംബന്ധിച്ചുള്ളത് മണ്ടൻ ആശയമല്ല. അയാളെ സംബന്ധിച്ചോളം അമേരിക്കൻ പ്രസിഡന്റ് അല്ലെങ്കിൽ ട്രംപ് എന്ന് പറഞ്ഞ ഞാൻ അവരോട് പറഞ്ഞാൽ അവർ തിരിച്ചു പോരുമെന്ന് വിചാരിക്കുന്നു. ഇന്ത്യയിൽ അവരുടെ പ്രോഡക്ട്സ് ഉൽപ്പാദിപ്പിക്കാനുള്ള ശ്രമം നടത്തുമ്പോൾ അത് ഇന്ത്യ ഗവൺമെൻറ് ഒരു വിജയം കൂടിയാണ്. തീർച്ചയായും. അപ്പോൾ ഇന്ത്യ ഒരുപാട് തൊഴിലവസരങ്ങളോട് സൃഷ്ടിക്കപ്പെടും, മറ്റ് അനുബന്ധ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവും. അത് പാടില്ല എന്നാണ് ട്രംപ് വിചാരിക്കുന്നത്. ഇന്ത്യ അങ്ങനെ വളരാൻ പാടില്ല. ഇന്ത്യ ഇപ്പോഴും ഓച്ചാനിച്ച് നിൽക്കണം. അതായത് ഏഷ്യയിൽ ചൈന ഒരു വലിയൊരു ശക്തിയായി വരുന്നത് അമേരിക്കയ്ക്ക് തലവേദനയാണ്. അമേരിക്കയ്ക്ക് തലവേദനയാണ്. അടുത്ത ഇന്ത്യ ഒരു വികസിത രാജ്യമായി മാറിയാൽ അമേരിക്ക താഴെ പോകുമോ എന്ന് പറയുന്ന ഒരു ഭയം, അത് തന്നെയാണ് ഇന്ത്യയെ എങ്ങനെ തകർക്കാമെന്ന് പറയുന്ന, ഇന്ത്യയെ എങ്ങനെ താഴെ നിർത്താമെന്ന് പറയുന്ന അയാളുടെ ഒരു ചിന്ത തന്നെയാണ് ആപ്പിളിനോട് ഇത് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ആപ്പിള് അത് അവഗണിച്ചു എന്നാണ് എൻ്റെ അറിവ്. അവരിവിടെ വിട്ട് പോകുന്നില്ല. ഇവിടെ തന്നെ പ്രൊഡക്ഷൻ യൂണിറ്റ് തുടരാനാണ് അവരുടെ താല്പര്യമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഞാൻ വായിച്ചത്. അവസാനമായിട്ട് ഒന്നുകൂടി ആപ്പിൾ ഉപയോഗിക്കുന്നുണ്ട് അങ്ങനെയാണ്? എനിക്ക് ആപ്പിൾ ഫോണുള്ള ആളാണ്. ഓക്കെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.